എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന് ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും. അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ വ്യാജപ്രചരണം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ജസ്ന. സലീം കുട്ടി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് വർഗീയത നിറഞ്ഞ രീതിയിലുള്ള നിങ്ങളുടെയൊക്കെ പെരുമാറ്റമാണ് ഈ നാട് കുട്ടിച്ചോറാക്കുന്നത്. ഇവിടെ മതം അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പോലുള്ളവര് ഇറങ്ങിത്തിരിച്ചത് കാരണമാണ് ഈ നാട് നശിച്ചത്. തന്നെയൊക്കെ പോലുള്ളവര് മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ഇടയിൽ കയറി ചികഞ്ഞ് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കാൻ നോക്കുന്ന ഒരുമാതിരി ഡാഡി ഇല്ലാത്ത പരിപാടി കാരണമാണ് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ. ഗുരുവായൂർ അമ്പലനടയിൽ നിങ്ങൾ ഒരു സ്ത്രീ കാരണമാണ് ഒരു നിയമം വരെ വന്നത്. ഇനി അവിടെ ഒരുത്തനും പോയിട്ട് ഫോട്ടോ എടുക്കേണ്ട, ഒരു തേങ്ങ ഉണ്ടാക്കേണ്ടെന്ന്. അത് നിങ്ങൾ ഒറ്റ സ്ത്രീ കാരണമാണ്, നിങ്ങൾ കാരണമാണ്. എന്നാൽ നിങ്ങൾ ഹൈക്കോടതിയിൽ നിന്നും ഒരു നിയമം വന്നതിന് ശേഷം ആ നിയമത്തെ വരെ വെല്ലുവിളിച്ചുകൊണ്ട്, പുച്ഛിച്ചുകൊണ്ട്, കാർക്കിച്ച് തുപ്പിക്കൊണ്ട് നിങ്ങൾ വീണ്ടും അവിടെ പോയി എന്റെ കഴുത്തിൽ മാലയിട്ടുകൊണ്ട് വീണ്ടും വിവാദം നിങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെയാണ് ജാമ്യമില്ലാ വകുപ്പിൽ നിങ്ങൾക്കെതിരെ കേസെടുത്തത്. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നിങ്ങൾ മുസ്ലിം യുവതിയാണ്. ഹിന്ദുക്കളുടെ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് റീച്ച് കിട്ടുമായിരിക്കും. പക്ഷേ അവിടെ നിങ്ങൾ ഓരോ മതത്തിന്റെ ആചാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് കാണിക്കുന്ന പോക്കൃത്തനങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് ഹിന്ദുക്കളുടെ അമ്പലത്തിലോ ക്രിസ്ത്യൻസിന്റെ പള്ളിയിലോ പോകരുതെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അവിടെ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം പോവുക. അല്ലാണ്ട് അവിടെ പോയിട്ട് ഷോ ഓഫ് കാണിക്കാനും പോക്കൃത്തനം കാണിക്കാനും ആണെങ്കിൽ കെട്ടി എഴുന്നള്ളിക്കൊണ്ട് പോകരുത്. അത് ഒരിടത്തും. അത് നിങ്ങൾ മാത്രമല്ല, ആരായാലും. VK ബൈജുവിനെ പോലെയുള്ള നാറികളുമായിട്ടും വർഗീയ വിഷം തുപ്പുന്ന നാറികളുമായിട്ട് നിങ്ങളിപ്പോ ചങ്ങാത്തം കൂടി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യം കൂടി കണ്ടപ്പം സന്തോഷം, സബാഷ് എന്നുള്ളൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്തായാലും ബാക്കി തുപ്പിയാട്ടെ. എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന് ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും. അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ വ്യാജപ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ചിൽ നിങ്ങൾക്ക് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. ആണോ? സഹതാപം തോന്നുന്നുണ്ടോ? എങ്കിൽ പോയി ഞാനൊന്നും പറയാനില്ലടേ, പറഞ്ഞു വേറെല്ലാം പറഞ്ഞു. സഹതാപം അല്ലെ? അരി വാങ്ങുന്ന കേസ് ഞാൻ പറഞ്ഞു തരാം. അരി മാത്രമല്ലടേ, വേറെയും കുറെ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. പരിപ്പ്, പഞ്ചസാര, ഉപ്പ്, പയറ്, വർഗത്തിൽപ്പെട്ട സാധനങ്ങളും, പച്ചക്കറി, മീന്, മുട്ട, ഇറച്ചി, അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അരി മാത്രമൊന്നുമില്ല. വല്ലതും ചെയ്യാണ്ട പോയി കേസ് കൊടു. നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് നിലനിൽക്കുന്ന കേസൊന്ന് ഒഴിവാക്കി എടുക്കാൻ നോക്ക്, കാണിച്ച പോക്കൃത്തനത്തിൽ. എന്നിട്ട് ബാക്കിയുള്ളവരെ ന്യായീകരിക്കാനും അങ്ങോട്ട് ഇറങ്ങിത്തിരി. കേട്ടാ ജസ്ന, സലീമേ? എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ നല്ലോണം കുരുപൊട്ടി. 10 പറയാതെ എനിക്ക് സമാധാനം കിട്ടത്തില്ല. ഇപ്പൊ തന്നെ കണ്ട ഉടനെ സ്പോട്ടിൽ പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. കാരണം നമ്മളെ കുട്ടിക്കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ്. അപ്പം നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പം ജസ്ന സലീം എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് കിട്ടി അതുമ്മൽ ഇതാക്കുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. ആണോ? നോ പ്രോബ്ലം. ശരിയടേ. തന്നെ പോലുള്ള വർഗീയ വിഷം തുപ്പുന്ന അല്ലെങ്കിൽ മതങ്ങളുടെ ഇടയിൽ തമ്മിൽ തല്ലിക്കുന്ന രീതിയിലുള്ള ഘടകങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന തന്നെ പോലുള്ള ആൾക്കാരെ എക്സ്പോസ് ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന അരി വാങ്ങിച്ച് തിന്നുന്നതിൽ ഒരു കുഴപ്പമില്ല, എല്ലിൻ്റെ ഇടയിൽ കയറത്തില്ല. എന്നാൽ തന്നെ പോലുള്ളവർ ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ നടത്തുന്ന തന്ത്രപരമായ കപട കച്ചവടം, ആ കച്ചവടം പൊളിച്ചടുക്കിയിട്ട് തന്നെ പോകത്തുള്ളൂ. താമസിയാതെ തന്നെ അറസ്റ്റും ചെയ്യും. ഈ പറഞ്ഞതുപോലെ 10-15-20 ലക്ഷം രൂപ പിഴ അടച്ചു വെക്കേണ്ട ഒരു വകുപ്പിലും കൂടി എത്തിക്കും. അല്ലെങ്കിൽ എത്തും. വെയിറ്റ് ആൻഡ് വാച്ച്. അല്ലാണ്ട് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ അനുഭവിക്കും. ഈ പറഞ്ഞതുപോലെ ഗുരുവായൂർ അമ്പലനടയിൽ നിങ്ങൾ ഒറ്റ സ്ത്രീ കാരണമാണ് ഒരു മനുഷ്യനും ഇപ്പൊ അവിടെ പോയി ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ലിമിറ്റേഷൻസ് വന്നത്. അതിനെല്ലാം ഒറ്റ കാരണം നിങ്ങളാണ്, വേറെ ആരുമല്ല. അതിന് നിങ്ങൾ ഉത്തരം പറ. അല്ലാണ്ട് വന്നിരുന്ന് മെഴുകി മോങ്ങി തള്ളി ഒരുമാതിരി അങ്ങ് ഇരിക്കരുത്. കണ്ണ് കറയുന്നുണ്ട്, വിഷമം വരുന്നുണ്ടെന്ന് പറയാം. തന്നെ പോലുള്ള വർഗീയവാദികളെ നാട് കടത്തണം. ഇവിടെ മതങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലുണ്ടാക്കുന്ന തന്നെ പോലുള്ള സ്ത്രീകളെ ഉറപ്പായിട്ട് നാട് കടത്തിയേ പറ്റൂ. ഇതെന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ ഏതായാലും ജയിലിലൊന്നും പോയിട്ടില്ല, ഞാൻ ഒളിവിലും പോയിട്ടില്ല. ഇന്നലെ തൊട്ടിട്ട് ഞാൻ എന്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തിരക്കാണ്. അത് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഞാനത് വെളിപ്പെടുത്താം എന്താന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സർപ്രൈസ് ഉണ്ട്.
ഇനി ഇതൊന്നും പോരാ സർപ്രൈസ. കണ്ണന്റെ പേരും പറഞ്ഞ് കുറേ ഉണ്ടാക്കി. പൈസ ഉണ്ടാക്കിയതിൽ തെറ്റൊന്നുമില്ല. പടം വരയ്ക്കൂ, പൈസ ഉണ്ടാക്കൂ, ഒരു തെറ്റൂല. അതിന്റെ പേരിൽ നിങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ കാണിച്ച പോക്കിർത്തനം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്റെ പൊന്നുമോളെ, നീ എത്രയൊക്കെ കടന്ന് മെഴുകി ഉരുണ്ടാലും ശരിയാവത്തില്ല. വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ടുള്ള നിന്റെ കപടമുഖം നാട്ടുകാരറിയും, വലിച്ചു കീറിയിരിക്കും. അപ്പം ദൈവം എന്നെ പരീക്ഷിച്ചതാണോ, ദൈവം എന്നെ അനുഗ്രഹിച്ചതാണോ എന്നുള്ളത് ഡീറ്റെയിൽ ഒക്കെ അറിയാം. അപ്പോൾ എനിക്ക് കുറച്ച് ലെവളുമാരോടാണ് പറയാനുള്ളത്. നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം എന്നെക്കുറിച്ച് എൻ്റെ പച്ചരിച്ച് തിന്നുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്കിപ്പോൾ വേറെ വഴിയില്ല. നിങ്ങള് നല്ലോണം കണ്ണന്റെ പേരും പറഞ്ഞ് നാട്ടുകാരെ മൊത്തം പറ്റിച്ച് നാട്ടുകാരെ മൊത്തം പച്ച ഇറച്ചി തിന്നില്ലേ? അതിനേക്കാളും വലുതൊന്നുമല്ല ഇത്, കേട്ടോ. എന്തായാലും ഒന്നും മിണ്ടാതെ അങ്ങ് ചുപ്പുരകമായിട്ട് ഇരുന്നാ മതി. എന്റെ പൊന്നുമോള് പുതിയ അഭിപ്രായമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നാട്ടുകാരെ പച്ചയിറച്ചി തിന്നുകൊണ്ടിരിക്കണം. ഞാൻ കൊള്ളാം, നിന്റെ പച്ചയിറച്ചി തിന്നുന്നല്ലേ നാട്ടുകാരുടെ പണി. ഇപ്പൊ നീ ഇവിടെ നാട്ടുകാരെ മൊത്തം കണ്ണി പൊടിയിട്ടും കൊണ്ട് ഒരു കപട മുഖം അണിഞ്ഞുകൊണ്ട് നീ കാണിച്ച നാടകത്തിന്റെ 7 അയലത്ത് വരത്തില്ല. നമ്മൾ ആരും ഇവിടെ ഒരു വിശ്വാസികളെയും പറ്റിക്കാൻ ഒരിടവും പോയിട്ടില്ല. ഒരു മതത്തിന്റെ ആചാരങ്ങളെയും വ്രണപ്പെടുത്തുന്ന രീതി നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നീ കാണിച്ചിട്ടുള്ളതെല്ലാം പോക്കൃത്തനാണ് ജിസ്ന. അതിന് നീ എണ്ണീട്ട് തന്നെ പോകും. പിന്നെ അതേപോലെ ഒരു മൊയന്തന്റെ വോയിസ് ഞാൻ കേട്ടു. ഞാൻ പള്ളിക്കമ്മിറ്റിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും, പള്ളിക്കമ്മിറ്റി അങ്ങനെയാണ് പോലും ഇങ്ങനെയാണ് പോലും. എടാ മൊയന്തേ, ഞാൻ എന്നാടാ നിന്റെ പള്ളിക്കമ്മിറ്റിയിലെ ഇതിൽ വന്നത്? എൻ്റെ മഹൽ എവിടെയാ മൊയന്തേ? എൻ്റെ മഹൽ വരുന്നത് മാവിൻതോട്ടിലാണ്. എന്ന് വെച്ചാൽ ITA പള്ളിയിലാണ് എൻ്റെ മഹൽ വരുന്നത്, അല്ലാതെ കുറുവങ്ങാട് പള്ളിയിലല്ല കേട്ടാ. അപ്പോൾ ഓന് കുറച്ച് ആളാവാം, ഓന് എപ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടും. അത് ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരികയും ചെയ്യും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇപ്പം ഞാനൊരു തെറ്റുകാരിയാണ്. ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചോളാണ്. അപ്പോൾ ഞാൻ എന്താണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക. എടോ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്, മുസ്ലിം പള്ളിയിൽ പോയിട്ടുണ്ട്, ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ടുണ്ട്, അമ്പലത്തിലും പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഞാനും പോയിട്ടുണ്ട്. ഇന്നേ വരെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടിയിട്ടോ ഇവിടെ ഒന്നും പോയി വീഡിയോ എടുത്ത് ഞാൻ പബ്ലിഷ് ചെയ്ത് നാട്ടുകാരുടെ മുന്നിൽ ഞാനൊരു മതസൗഹൃദനാണെന്നൊന്നും കാണിച്ചിട്ടില്ല. അത് കാണിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം എനിക്ക് ഇതിൻ്റെ ഒന്നും പേരും പറഞ്ഞ് കച്ചവടം ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ പണം ഉണ്ടാക്കണ്ട. പക്ഷെ തന്നെ പോലുള്ള സ്ത്രീകൾ ഈ പേരും പറഞ്ഞ് മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് ഈ ഷോ ഓഫ് കാണിച്ച് നാട്ടുകാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ച കപട നാടകം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ അടങ്ങുന്ന ആൾക്കാർ ഈ പടം വരയ്ക്കുന്നത് കൊണ്ട് അതിനെതിരെ നിങ്ങൾക്ക് വിമർശനം വന്ന സമയത്ത്. പക്ഷെ അന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിൽ ഖേദിക്കുന്നു. അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നല്ല ഒന്നാം തരം മതത്തിന്റെ വിഷമായിരുന്നു. ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന് കയ്യിൽ വെച്ച് അമ്മാനമാടുന്ന കപടമുഖമായിരുന്നു നിങ്ങൾക്കെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കുറച്ച് താമസിച്ചു പോയി. ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ ഖേദിക്കുന്നു. എന്നാലും തന്നെ പോലുള്ള കപട വിശ്വാസികളെ ഒരിക്കലും ഇനി ഈ ഭൂമിയിൽ കാണാതിരിക്കട്ടെ. തന്നെയൊക്കെ പോലുള്ളവരെ നാട് കടത്തണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഒളിവിലിരുന്നാലും ഏത് അടുപ്പിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാലും പൊക്കിയിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കേരള പോലീസ് പൊക്കും. ഇവിടെ ഹൈക്കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് വന്നതിന് ശേഷം ആ ഉത്തരവ് നിങ്ങൾ കാരണമാണ് വന്നതെന്ന് കൂടി നിങ്ങൾ മറന്നുകൊണ്ട് നിങ്ങൾ ആ ഉത്തരവ് ലംഘിച്ച് അതിന് നിങ്ങൾ നടപടി ഏറ്റിരിക്കും. നടപടിയോടെ നിങ്ങൾ മൂഞ്ചിയിരിക്കും. ഞാനുള്ള കാര്യം ഓപ്പണായിട്ട് പറയാം. അപ്പോൾ എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എവിടെയും മതസ്പർദ്ധ ഉണ്ടാക്കാനും പോയിട്ടില്ല. എല്ലാ മതത്തെയും ഒരുപോലെ ബഹുമാനിച്ച് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പം നമ്മളെ എല്ലാ രീതിയിലും തരം താഴ്ത്തണം അല്ലെ നമ്മളെ ഇതാക്കണം എന്ന് കരുതിയ കുറച്ച് ആൾക്കാർ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അതിൽ എനിക്കിപ്പം ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഒളിവിലും പോയിട്ടില്ല, ഞാൻ ഏതായാലും ജയിലിലും ആയിട്ടില്ല. ഇനിയിപ്പം നാളെ ജയിലിലാവുമോ എന്നുള്ളത് അത് തമ്പുരാനെ അറിയുള്ളൂ. ജയിലിൽ കിടക്കാൻ യോഗം ഉണ്ടെങ്കിൽ ജയിലിൽ കിടക്കുക തന്നെ ചെയ്യും. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം തോന്നി എന്താണെന്നറിയോ? 40ഓളം കേസുള്ള ആൾക്കാർക്ക് എൻ്റെ പേരിൽ വന്ന ഒരൊറ്റ കേസ് എന്താ പറയുക, പെരുന്നാളിൻ്റെ സന്തോഷം. 40ഓളം കേസുള്ള ആൾക്ക് കഷ്ടം തന്നെ. അപ്പോൾ എനിക്ക് വന്ന പ്രശ്നങ്ങളൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് നേരിടാനും അറിയാം. അതുകൊണ്ട് എനിക്ക് ഒളിവ് പോകണ്ട. ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ, ജയിലിൽ കിടക്കാനാണ് യോഗമെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കും. അതിപ്പോൾ നമുക്ക് ആർക്കും നമ്മുടെ തലവര മാറ്റാൻ പറ്റൂല.
എനിക്കിപ്പം ജയിലിൽ കയറാനോ ജയിലിൽ കിടക്കാനോ യോഗ ഉണ്ടെങ്കിൽ അത് കിടക്കുക തന്നെ ചെയ്യണം. അത് ഏത് രീതിയിൽ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ആരെ കൊന്നിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ഒന്ന് പറയുമോ? ഞാൻ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ കൊലപാതകികളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ മാന്യന്മാരായിട്ട് ജീവിക്കുന്നത്. ഞാൻ ആരെയും കൊല്ലാനൊന്നും പോയിട്ടില്ലല്ലോ, ഞാൻ ആരെയും പിടിച്ചു പറിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ കാണുന്ന തെറ്റെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് തന്നെ ആയാലും ഞാൻ ഒളിവിലും പോയിട്ടില്ല, ഞാൻ ജയിലിലും ആയിട്ടില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, ഒരു ഒക്കെ ഇല്ല എൻ്റെ പൊന്നാക്കളെ. നീ ഈ ചെയ്തതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള സംഭവം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ സമം വരുന്നത് തന്നെയാണ്. മതം, ദൈവം, ഇത് വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ ഇടയിൽ കയറി കാണിച്ച കപട നാടകം അത് തന്നെയാണ് ജസ്ന സലീം. നീ അതിന്റെ അപ്പുറം നിനക്കൊന്നും ഇല്ല. അതിന്റെ പേരിൽ നീ നടത്തിയ കച്ചവടത്തിന് ഞാൻ കുറ്റം പറയത്തില്ല, നീ ജീവിത മാർഗമാണ്. പക്ഷെ അവിടെ നീ ഒരു കപട കച്ചവടം നടത്തി. കണ്ണാ എന്ന് പറഞ്ഞ് വിളിച്ചും കൊണ്ട് നീ ഇറങ്ങിത്തിരിച്ചു. അവസാനം കണ്ണൻ തന്നെ നിനക്ക് പണി തന്ന അവസ്ഥയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നീ ഈ നിയമം വരെ ഇപ്പൊ ലംഘിച്ചത് എന്തിനാണ്? അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിന്റെ ചാനൽ റീച്ച് ഡൗൺ ആയിട്ടിരുന്ന സമയത്ത് നീ വീണ്ടും അവിടെ പോയി വിവാദമുണ്ടാക്കി. പ്രത്യേകിച്ച് നീ കാരണമാണ് അവിടെ ഒരു നിയമം വന്നത്. ആ നിയമം നീ തന്നെ പോയി ലംഘിക്കുന്നു, വീഡിയോ എടുക്കുന്നു, റീലിടുന്നു, വൈറലാവാൻ വേണ്ടിയിട്ട്. വീണ്ടും നീ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ. അതുകൊണ്ടാണ് എൻ്റെ പൊന്നോ മക്കളെ നിന്നെ ഈ പറയുന്നത്. അല്ലാണ്ട് നീ എന്ത് കോപ്പ് ചെയ്താലും ഇവിടെ ആർക്കൊന്നുമില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ കയറി കളിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് കളിച്ചു കഴിഞ്ഞാൽ, കളിക്കാൻ പാടില്ലാത്ത രീതിയിൽ കളിച്ചാൽ ഇതുപോലെ ഇരിക്കും. അത് മനസ്സിലാക്കിയാൽ നിനക്കുള്ള. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇട്ടണം. ബൈ.